ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് പോവാം. നമ്മൾ അപ്പാനും ഷർത്തും അതേപോലെ റാനെ ഇരുന്നിട്ട് കാര്യമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ലൈവിൽ ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിന്യൂ എന്ന് കമന്റ് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ അപ്പാനും ഷർത്താണെങ്കിൽ ഇപ്പൊ ആരെന്റെ നേരെ വന്നാലും ഞാൻ അതൊന്നും വെറുതെ നിന്ന് നോക്കൂല എന്നൊക്കെ പറയാണ്. എന്താ പറയാ, ഒരു മാസ് ഡയലോഗ് അടിക്കാണ് നമ്മൾ റാനോട്. അതേസമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ലവ് ട്രാക്ക് വല്ലതും നടക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് എനിക്ക് വല്ലതും അറിയോ? അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പാൻ ഷർത്താണെങ്കിൽ ലവ് ട്രാക്കിനൊന്നും പറ്റി ആരും ഇവിടെ ഇല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പാട് റേന പറയുന്നുണ്ട്, ശരി തന്നെയാണ്, ആരുമില്ല. ഇത്തവണ സെലക്ട് ചെയ്ത സമയത്ത് ലവ് ട്രാക്ക് ആ ഒരു ഗെയിം ഉണ്ടല്ലോ, അതിനെ പറ്റി ആൾക്കാരൊന്നും കാണുന്നില്ല. അത് മാത്രമല്ല, ബിഗ് ബോസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലവ് ട്രാക്ക് എന്നുള്ള ആ ഒരു സെഗ്മെന്റ് വരണം, അപ്പോഴേ വ്യൂ കയറത്തുള്ളൂ എന്ന രീതിയിലും സംസാരിക്കുന്നുണ്ട്. ലവ് ട്രാക്ക് പിടിക്കുവാണെങ്കിൽ ഏകദേശം 50-70 ദിവസത്തോളം മാക്സിമം നിന്ന് പോകും, രണ്ടുപേരും നിൽക്കും എന്നത് ഉറപ്പാണ്. പക്ഷെ ഇത്തവണ ആ ഒരു ഇതിലേക്ക് ആരും തന്നെ ഇല്ലാന്ന് നമുക്ക് നോക്കുന്നുണ്ട്. ആര്യനൊക്കെ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. റൈന ഫാത്തിമയൊക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പിന്നെ ആദില നൂറ നോക്കിയേ വേണ്ട. ഇത്തവണ ശരിക്കും പറഞ്ഞ ഒരു ലവ് ട്രാക്ക് ആ ഒരു ഗെയിം കളിക്കുന്ന ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ അപ്ഡേഷനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ്